സമരപ്രഖ്യാപനത്തിനിടെ ഇരട്ട നികുതി വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആൻമരിയ വിശദാംശങ്ങളുമായി ഉണ്ട്. അടുത്ത ദിവസം ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സിനിമാ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇരട്ട നികുതി സംബന്ധിച്ച സിനിമാ സംഘടനകളുടെ ആശങ്കകൾ ഇത് ചർച്ചയാകുമെന്നതാണ്. ആൻമരിയ വിവരങ്ങളുമായി. ആൻമരിയ, വിശദാംശങ്ങൾ. അനുജ, ഈ മാസം 21-നാണ് സിനിമാ സംഘടനകൾ ഒരു സൂചനാ പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നത്. കുറച്ച് നാളുകളായിട്ട് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ ആവശ്യങ്ങൾ സിനിമാ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ GSTക്ക് പുറമെയുള്ള വിനോദ നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതൊരു ഇരട്ട നികുതിയാണ് എന്നും അത് തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നും കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സിനിമാ സംഘടനകൾ സർക്കാരിന് മുന്നിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ചതുമാണ്. അത് ഒരു പണിമുടക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുമെന്ന സാഹചര്യത്തിൽ സർക്കാർ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് തീരുമാനമെടുത്തിരുന്നു. അത് സിനിമാ കോൺക്ലേവിന് ശേഷം ആ ചർച്ച നടത്താമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത്. പിന്നീട് ആ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ടുള്ള ഈ സർക്കാർ അതിന് കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിലാണ് 21-ാം തീയതി ഒരു സൂചനാ പണിമുടക്ക് നടത്താമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. ആ സൂചനാ പണിമുടക്കിൽ തിയേറ്ററുകൾ അടച്ചിട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഷൂട്ടിങ്ങുകളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചുകൊണ്ടും സംയുക്തമായിട്ടുള്ള ഒരു പണിമുടക്ക് അല്ലെങ്കിൽ സിനിമാ മേഖല സ്തംഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പണിമുടക്കിലേക്ക് പോകുമെന്നായിരുന്നു സിനിമാ സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ സർക്കാർ എന്തായാലും സിനിമാ പ്രതിനിധികളെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഈ മാസം 20-ന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ആ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ വിനോദ നികുതി ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം, അത് ചർച്ചയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം അന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സൂചനാ പണിമുടക്ക് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും തീരുമാനമുണ്ടാക്കും. നിലവിൽ എന്തായാലും സൂചനാ പണിമുടക്കുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും 21-നാണ് സൂചനാ പണിമുടക്ക് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സിനിമാ സംഘടനകൾ 20-ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശങ്ങൾ ആ ചർച്ചയിൽ ഉണ്ടായാൽ സൂചനാ പണിമുടക്കിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് ആൻമരിയ സണ്ണി അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.